എൻ്റെ പേര് റോയ്. ഇതെൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ കൂടരഞ്ഞിയിലൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. എൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവിടുത്തെ ദാലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥം എന്നുള്ള പ്രയോഗമാണ് ഈ ചോദ്യത്തിന് ആധാരം. ജലാലൈനി ആണെങ്കിൽ ദാലിക്കത്ത് അലീം, അത് ബഹുമാനപദമാണെന്ന് പറഞ്ഞിട്ട് തടി സലാമത്താക്കുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ, ബഹുമാനത്തിനാണെങ്കിൽ ലൗ ഹൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഇന്ന ഹാദാ ലഫിസ് സുഹ്ഫിൽ ഊല എന്ന് പറഞ്ഞിട്ട് ഹാദ തന്നെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ദാലിക്കൽ കിതാബ് എന്ന് പ്രയോഗിച്ചത് ഈ വാക്യം അവതരിച്ച കാലഘട്ടത്തിൽ കിതാബായിട്ടുള്ളതും ലാ റൈബ ഫീഹി ആയതുമായ യഹൂദ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള തൗറാത്തും ഇൻജിലും അല്ലേ ദാലിക്കൽ കിതാബ്? ഈ വാക്യം അവതരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ കിതാബായിട്ടുണ്ടോ? ഈ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അഥവാ സജ്ജനങ്ങൾക്ക് മാർഗദർശിയായ ഗ്രന്ഥം തൗറാത്തും ഇൻജിലും അല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. വ്യക്തമായ ആൻസർ പ്രതീക്ഷിക്കുന്നു. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം എന്നാണ്. ആ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ തൗറാത്തും ഇൻജീലല്ലേ? അല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അന്നും ഇന്നും എന്നും തൗറാത്തും ഇൻജീലിനും യോജിക്കുന്നതല്ല. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അതാകുന്നു ഗ്രന്ഥം. സുഹൃത്ത് പറഞ്ഞ അർത്ഥം തന്നെ എടുക്കുക വാഴത്തിന് വേണ്ടി. അതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമൊന്നുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ദൈവിക മാർഗദർശന പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ മാർഗദർശനമാകുന്നത്. ആരാണ് ഈ മുത്തഖികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ മുത്തഖീങ്ങളിൽ 3 സ്വഭാവങ്ങൾ പിന്നീടും കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകൻ മുൻപ് അവതരിപ്പിക്കപ്പെട്ടതിലും ശേഷം അവതരിപ്പിക്കപ്പെട്ടതിലും അവസാനം അവതരിപ്പിക്കപ്പെട്ടതിലും അതേപോലെ തന്നെ ഈ മരണാനന്തര ജീവിതത്തിലും എല്ലാം വിശ്വസിക്കുന്നവർ. ഇവിടെ ഒന്നാമതായി മുത്തഖികൾക്കുള്ള കൃത്യമായ മാർഗദർശനമാണോ ഈ വേദഗ്രന്ഥങ്ങൾ? കൃത്യമായൊരു മാർഗദർശനം നൽകാൻ ഈ വേദഗ്രന്ഥങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കുമുള്ള വ്യക്തമായൊരു മാർഗദർശനം നൽകുവാൻ കഴിയുന്ന വേദം പരിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊന്നുമല്ല. ദാലിക എന്നുള്ള പദം ജലാലൈനി രക്ഷപ്പെട്ടതല്ല. അറബി ഭാഷയിൽ അത്തരം ഒരു പ്രയോഗമുണ്ട്. അറബി ഭാഷയിൽ അത്തരം പ്രയോഗമുണ്ട്. ബഹുമാന സൂചകമായി പ്രത്യേകമായി എടുത്തു പറയുന്ന പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണിത് പരിശുദ്ധ ഖുർആനാണെന്ന് പറയുന്നത്. ഇനി ഖുർആനാണിത് പറയുന്നത്. ഖുർആനിൽ നിരവധി സ്ഥലത്ത് ഖുർആൻ മാർഗദർശകമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇലെ 9-ാമത്തെ വചനം. ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മനുഷ്യരെ വഴി നടത്തുന്നു. അപ്പൊ ഈ ദാലിക്കൽ കിതാബ് എന്തുകൊണ്ടാണ് തൗറാത്തും ഇൻജീലാവാൻ പറ്റാത്തത്? തൗറാത്തും ഇൻജീലാവാൻ പറ്റാത്തത് തൗറാത്തും ഇൻജീലും ഒന്നാമതായി ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള കൃത്യമായ മാർഗദർശനമല്ല. കൃത്യമായ മാർഗദർശനമല്ല. എന്താ കൃത്യമായ മാർഗദർശനം അല്ല എന്ന് പറയാൻ കാരണം? ഒന്ന്, യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിലുള്ള വിശ്വാസം. ഗൈബിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്താ? ദൈവത്തിലുള്ള വിശ്വാസം. സർവശക്തനായ തമ്പുരാനിൽ എങ്ങനെ വിശ്വസിക്കണം? സുഹൃത്ത് പാസ്റ്ററിന് എന്താ പറയാനുള്ളത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കണം എന്നതാണ് വൈബി വിശ്വാസത്തിന്റെ, അദൃശ്യ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറ. യഥാർത്ഥത്തിൽ മാർഗദർശനം നൽകേണ്ട ഈ ഗ്രന്ഥങ്ങൾക്ക് ആ വിഷയത്തിൽ എന്ത് പറയാനുണ്ട്? അത് മുതൽക്ക് തുടങ്ങണമല്ലോ നമുക്ക്. ആ വിഷയത്തിൽ എന്ത് പറയാനുണ്ട്? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള മുഴുവൻ ഗ്രന്ഥങ്ങൾ എടുത്തോളൂ. കൃത്യമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ഏകദൈവം എന്ന വൈബി വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പഠിപ്പിക്കുന്ന ഒരു വചനം, ഒരൊറ്റ വചനം. എങ്ങനെ പിന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ആവുക? മുത്തഖീങ്ങൾക്കുള്ള ഹിദായത്ത് ആകണമെങ്കിൽ, അവർക്കുള്ള മാർഗദർശനമാകണമെങ്കിൽ കൃത്യമായ മാർഗദർശനം നൽകാൻ കഴിയണ്ടേ? കൃത്യമായ മാർഗദർശനം ഈ വിഷയത്തിൽ മുതൽ നൽകാൻ കഴിയുന്നില്ല.
ഇനിയോ ധാർമ്മിക രംഗത്ത് എവിടെയാണ് മാർഗദർശനം നൽകാൻ കഴിയണേ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ധാർമ്മികമായി കൃത്യമായ മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു വചനമുണ്ടോ ബൈബിളിൽ? ഏതെങ്കിലും രംഗത്ത്, ഏതെങ്കിലും രംഗത്ത്, ഏത് രംഗെടുത്തോളൂ നിങ്ങൾ, വ്യക്തമായ മാർഗദർശനം നൽകുന്ന ഏതെങ്കിലും ഒരു രംഗം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയുമോ? പാസ്റ്ററും ഞാനെല്ലാം വിശ്വസിക്കുന്നു മദ്യം തെറ്റാണ്. മദ്യപാനികൾ, ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് പാസ്റ്ററുടെ വീക്ഷണത്തിലും ഏതാണ് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്ന കാര്യം. പക്ഷേ ഇവിടെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കാത്ത മദ്യപാനം അത് ശരിയോ തെറ്റോ? കൃത്യമായൊരു മാർഗദർശനം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. മദ്യപാനി എന്നതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്താ മദ്യപാനി എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നത്? ഒരു ഡ്രങ്കാർഡ് ആകാതിരുന്നാൽ മതി, ഒരു സോഷ്യൽ ഡ്രിങ്കർ ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ഡ്രങ്കാർഡ് അഡിക്റ്റ് ആകാതിരുന്നാൽ മതി എന്ന് വ്യാഖ്യാനിക്കുന്നു. കാരണം എന്താ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേറെ തെളിവുണ്ട്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെളിവുണ്ട്, വേറെ ദൂരേക്കൊന്നും പോകണ്ട. അത് നോഹ പ്രവാചകൻ ആദ്യമായി നീതിയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ബൈബിൾ പ്രകാരം നീതിനിഷ്ഠനായ മനുഷ്യൻ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തികളിൽ ഒന്ന് മദ്യണ്ടാക്കി കുടിച്ച് തുണി അഴിഞ്ഞു പോയി മക്കൾ തുണി എടുത്തു കൊടുത്തു എന്നുള്ളതാണ്. അത് പോട്ടെ, സാക്ഷാൽ യേശു ക്രിസ്തു, അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹം ചെയ്ത ആദ്യത്തെ നന്മ, ആദ്യത്തെ അത്ഭുതം എന്താ? പച്ചവെള്ളം മദ്യമാക്കി മാറ്റി ആളുകൾക്കെല്ലാം കൊടുത്തു, അവരെ ലഹരി പിടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ബൈബിളിൽ കൃത്യമായ മാർഗദർശനം എവിടെ? മദ്യത്തിനെതിരു പറയുന്ന ആൾക്കുണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അതും യേശു പഠിപ്പിച്ചതല്ല, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അതേ പൗലോസ് തന്നെ വയറിന് അസുഖം കുറച്ച് വീഞ്ഞു കുടിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാർഗദർശനം അവിടെ ഞാൻ പറയുന്നത് മദ്യത്തിനെതിര് പറയുന്നവനും മാർഗദർശനം, അതോടൊപ്പം തന്നെ ആബ്കാരി കോൺട്രാക്ടർക്കും മാർഗദർശനം ബൈബിളിൽ. എന്താ? യേശു എന്നെ മദ്യം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ കൊടുത്തു. അപ്പൊ രണ്ടു കൂട്ടരെയും ഒരേപോലെ തെളിവ് ലഭിക്കുന്ന ഒരു ഗ്രന്ഥം എങ്ങനെയാണ് മാർഗദർശക ഗ്രന്ഥം എന്ന് പറയാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ദാലിക്കൽ കിതാബ് തൗറാത്തും ഇഞ്ചീലുമാണെന്ന് പറയാൻ കഴിയുക? ഒരു രംഗത്തും കൃത്യമായ മാർഗദർശനം കാണാൻ സാധ്യമല്ല ബൈബിൾ പ്രകാരം. തൗറാത്തിൽ പിന്നെയും, ബൈബിൾ പഴയ നിയമത്തിൽ പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില നിയമങ്ങളുണ്ട്. പക്ഷേ രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ ആ നിയമങ്ങളും അസാധുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പൗലോസ് പറഞ്ഞത് എന്താണ്? ന്യായപ്രമാണം അതിനെ ആശ്രയിക്കുന്നവർ ശാപഗ്രസ്തരാണെന്നാണ്, ശപിക്കപ്പെട്ടവരാണ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ തൗറാത്ത്. തൗറാത്തിനെ ആശ്രയിക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. അതിനെ ആശ്രയിക്കാൻ പാടില്ല, അതിലെ നിയമങ്ങൾ അനുസരിക്കാൻ പാടില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ പാടില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അവിടെയാണെങ്കിലോ ഒരു മാർഗദർശനം ഇല്ലതാനും. പിന്നെ എങ്ങനെയാണ് മാർഗദർശക ഗ്രന്ഥം എന്ന് പറയാം? ദാലിക്ക എന്നുള്ളൊരു പദം മാത്രം പിടിച്ചിട്ട് അവിടെ എവിടെയോ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥം എന്ന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ പോലും ഇത് ശരിയാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ജലാലൈനിയും മറ്റ് തഫ്സീറുകളും പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ അത് പ്രയോഗിച്ചത് എന്ന് ശേഷമുള്ള വചനങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. ഇനി അന്ന് ഗ്രന്ഥമായി ഖുർആൻ ഉണ്ടോ എന്നാണ്, കിതാബായിട്ടുണ്ടോ? അവിടെ കിതാബ് എന്നുള്ളത് കൊണ്ട് സുഹൃത്ത് തെറ്റിദ്ധരിച്ചതുപോലെയുണ്ട്. കിതാബ് എന്നുള്ളത് കൊണ്ട് ഒരു പുസ്തകം 2 ചട്ടക്കുള്ളിലാക്കി ഇതേപോലെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള അറബി ബൈബിളിനെ പോലെ കൃത്യമായി ബൈൻഡ് ചെയ്ത് കിട്ടിയ ഒരു പുസ്തകം ആണ് എന്ന് ധരിക്കുന്നിടത്താണ് അബദ്ധം വരുന്നത്. എന്താന്ന് വെച്ചാൽ കിതാബ് എന്നാൽ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട വചനങ്ങൾ. അതൊരു പുസ്തകത്തിന്റെ 2 ചട്ടക്കുള്ളിലായിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട കിതാബ് ആയി തന്നെയാണ് ഖുർആൻ ഇഞ്ചീലിനെ പരിചയപ്പെടുത്തുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈബിൾ പരിശോധിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതേപോലെ ഒരു ഗ്രന്ഥരൂപത്തിൽ, ഖുർആന്റെ രൂപത്തിൽ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മുസാഫിന്റെ രൂപത്തിൽ നൽകപ്പെട്ടിരുന്നോ എന്ന് സംശയമാണ്. അതേസമയം അദ്ദേഹം ദൈവത്തിന്റെ സുവിശേഷം ഇഞ്ചീൽ പ്രസംഗിച്ചു എന്ന് ബൈബിളിൽ കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-15 വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശു ഗലീലയിലേക്ക് വന്നു എന്നാണ്. അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷമാണ് ദൈവത്തിന്റെ സുവിശേഷം. അതിനെയാണ് ഖുർആൻ കിതാബ് എന്ന് പറയുന്നത്.
ആ കിതാബ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഗ്രന്ഥരൂപത്തിൽ നൽകിക്കൊള്ളണമെന്നില്ല. വചനങ്ങൾ, ദൈവിക വചനങ്ങളുടെ സമാഹാരം, അതിന് കൃത്യമായി ക്രോഡീകൃതമായൊരു ഭാവം ഉണ്ടാവുക. ആ ഭാവം ഉണ്ടാകുമ്പോൾ അത് കിതാബായി തീർന്നു. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആദ്യം മുതൽ തന്നെ ഖുർആനാണ്, കിതാബാണ്. ഖുർആനിൽ പല വചനങ്ങളും പല സമയത്തും ഖുർആനെ കിതാബ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം എന്ന ഖുർആനിലെ വചനം 17-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനം. ആ വചനം അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വചനം അല്ല, അതിനുശേഷവും വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്ന നിരവധി വചനങ്ങളുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അവിടെയും ഖുർആൻ പറഞ്ഞത്, അവിടെയും എന്തല്ല, ഈ ആ വചനം അവതരിപ്പിക്കപ്പെട്ടതിന് മുൻപുള്ള വചനങ്ങൾ മാത്രല്ല, എന്നുമുള്ള വചനങ്ങൾ അതിൽ ഏതാണ് ആ വചനത്തിൻ്റെ സ്വാഭാവികമായ സാരത്തിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ ഏത് സമയത്തും കിതാബ് തന്നെയായിരുന്നു. ആ കിതാബ് പൂർത്തിയാക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വഹിയും കൂടി വന്നതിന് ശേഷമാണ് എന്ന് മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കും. എൻ്റെ ചോദ്യം, ഈസാ നബി അലൈഹിസ്സലാം കനാവിലെ കല്യാണത്തിന് വീഞ്ഞ് വെള്ളമാക്കിയത് അത് അപ്പൊ തന്നെ മദ്യപാന ദൈവരാജ്യ അവകാശമാക്കില്ല പൗലോസ് പറയുന്നു. ഷിർക്കിനെ ഘോരഘോരം എതിർക്കുന്ന അള്ളാഹു തന്നെ ഇബ്ലീസിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് മനുഷ്യനെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിച്ചില്ലേ? അപ്പൊ ഷിർക്ക് തന്നെ അള്ളാഹ് പറഞ്ഞാൽ ഷിർക്കല്ലാതാകും. ഇതുപോലെ യേശു ഞാൻ ശബത്തിന്റെയും കർത്താവാകുന്നു, ആ നിയമം കൊടുത്തോൻ അത് മാറ്റാനും അധികാരമുണ്ട്. അക്ബർ സാർ ഒന്നും കൂടി വിശദീകരിച്ചാൽ, ആ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ പോയതും ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും അള്ളാഹ് തന്നെ ആദമിനെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിച്ചതും ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടും. അള്ളാഹ് തന്നെ ആദമിനെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ച് അല്ല, ആദമിനെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചില്ലെന്നാണ് സുഹൃത്ത് ഖുർആൻ മനസ്സിലാക്കിയെടുത്ത് ഭയങ്കരമായ അബദ്ധം പറ്റി. നേരത്തെ സംസാരങ്ങളിൽ പറ്റുന്ന അബദ്ധത്തെ പോലെ തന്നെ നേരത്തെ പറഞ്ഞത് വീഞ്ഞ് വെള്ളമാക്കി മാറ്റി എന്നല്ല, വെള്ളം വീഞ്ഞാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ ഇവിടെ മലക്കുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചു എന്നാണ് സുഹൃത്ത് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശിർക്ക് ചെയ്യിച്ചിട്ടില്ല പഠിച്ചവൻ. അവിടെ ശിർക്കിനെ മനസ്സിലാക്കിയെടുത്ത് പറ്റിയ അബദ്ധമാണ്. ഷിർക്കിനെ മനസ്സിലാക്കിയെടുത്ത് പറ്റുന്ന അബദ്ധമാണ്. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? കേവല സുജൂദ് എന്നുള്ളൊരു കർമ്മമല്ല ഷിർക്ക്. അതിൻ്റെ പിന്നിലുള്ള ചോദന ഉണ്ടാകുമ്പോഴാണ് അത് ഷിർക്കായിത്തീരുന്നത്. ഇവിടെ സുഹൃത്ത് മനസ്സിലാക്കുക, ഹജ്ജിൽ മുസ്ലിങ്ങൾ കഅബാലയത്തിനെ ത്വവാഫ് ചെയ്യുന്നുണ്ട്. അവിടെ കഅബാലയത്തിനെ ത്വവാഫ് ചെയ്യുമ്പോൾ കഅബാലയത്തിനെ ആരാധിക്കുന്നില്ല, ഷിർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? പടച്ച തമ്പുരാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കഅബാലയത്തിനെ ത്വവാഫ് ചെയ്യുന്നു. പടച്ച തമ്പുരാനോടാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ കർമ്മം പടച്ച തമ്പുരാനുള്ള ഇബാദത്താണ്. അവിടെ അള്ളാഹ് തൗഹീദാണത്. മുസ്ലിങ്ങൾ സുജൂദ് ചെയ്യുന്ന ഭൂമിയിലാണ് അല്ലേ? ഭൂമിയിലാണല്ലോ സുജൂദ് ചെയ്യുന്ന. ഇസ്ലാമിലെ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യുമ്പോൾ എല്ലാ അംഗങ്ങളും നിലത്ത് വെച്ച് ഭൂമിയിൽ വെച്ചിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. അവിടെ ആരാധിക്കുന്നത് ഭൂമിയെ അല്ല, മറിച്ച് എന്താണ്? പടച്ച തമ്പുരാനെയാണ്. ഇതേപോലെ തന്നെ മലക്കുകളോട് പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നു. ആരോട് സുജൂദ് ചെയ്യാൻ? അവിടെ ആദമിന് സുജൂദ് ചെയ്യാൻ. അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന മലക്കുകൾ അനുധാവനം ചെയ്യുന്നു. എന്തുകൊണ്ട്? ആദമിനെ പേടിച്ചിട്ടല്ല, ആദമിന് ഭയഭക്തി കൊടുത്തിട്ടല്ല, ആദമിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചിട്ടല്ല, ആദമിൽ നിന്ന് ദോഷം വിചാരിച്ചിട്ടല്ല, മറിച്ച് പടച്ച തമ്പുരാന്റെ കൽപ്പന അനുധാവനം ചെയ്യുക എന്ന കാര്യത്തിന്. അവിടെ എന്താണ്? അവിടെ ശിർക്കല്ല, അത് തൗഹീദാണ്. എന്തുകൊണ്ടെന്നാൽ ആ കർമ്മത്തിന്റെ പിന്നിലുള്ള ചോദകവും മനസ്സിലുള്ള കാര്യവും അതാണ്. പിന്നെ എന്തുകൊണ്ട് മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു? സുജൂദ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാ? മനുഷ്യനോട് സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പടച്ചോൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് ചെയ്യാതിരിക്കുന്നത് പടച്ച തമ്പുരാൻ പറഞ്ഞതുകൊണ്ടാണ്. അതേപോലെ തന്നെ പടച്ചോൻ പറഞ്ഞത് കൊണ്ടാണ് കഅബാലയത്തിന് നേരെ സുജൂദ് ചെയ്യുന്നത്, കഅബാലയത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം പ്രാർത്ഥന പടച്ച തമ്പുരാനോടായതുകൊണ്ട് തന്നെ അവിടെ ശിർക്കില്ല. ഇതേപോലെ തന്നെ മലക്കുകൾ ശിർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ പടച്ച തമ്പുരാന്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ് അവർ ചെയ്തത്. ഇതേപോലെയല്ല യേശു ക്രിസ്തുവിന്റെ കാര്യം.
യേശു ക്രിസ്തുവിൻ്റെ കാര്യതല്ല. യേശുവിൻ്റെ കാര്യം ഇവിടെ നമ്മൾ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. യേശുവിന് എന്തിനൊക്കെ അധികാരമുണ്ട് എന്നതല്ല നമ്മുടെ വിഷയം. ബൈബിൾ ദാലിക്കൽ കിതാബാണോ എന്നതാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, സംശയമൊന്നുമില്ല, ഇല്ലാത്ത വിധത്തിൽ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് മാർഗദർശകമാണെന്നാണ്. മുത്തഖികൾക്ക് മാർഗദർശകമാണോ ബൈബിൾ എന്നാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് ചോദ്യം. എന്തുകൊണ്ടെന്നാൽ ഇതേ ബൈബിളിൽ നിന്ന് എല്ലാ കാര്യത്തിനും പരസ്പര വിരുദ്ധമായ തെളിവ് കണ്ടെത്താൻ കഴിയുന്നു. ആ തെളിവ് കണ്ടെത്താൻ കഴിയുമ്പോൾ എങ്ങനെയാണ് അത് മാർഗദർശക ഗ്രന്ഥമാവുക? മാർഗദർശക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ ഭാഗത്ത് മൈക്ക് വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്ക് അക്ബർ സാറോട് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെയും പുരുഷന്മാരാണല്ലോ രചിച്ചത്. ഒരു സ്ത്രീപക്ഷ വായന ഖുർആനിന് ആവശ്യമാണെന്ന വാദം ന്യായമല്ലേ? ഈ വാദവുമായി കേരളത്തിൽ വന്ന ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ വക്താവ് മാർഗോ ബദ്രാൻ്റെ കാഴ്ചപ്പാട് ഉപദിഷ്ണുക്കളായ മുജാഹിദുകളെങ്കിലും സ്വീകരിക്കേണ്ടതല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം എന്ന സമ്പൂർണതയുടെ ഒരു എന്നാൽ ഈ മതത്തിൽ വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മകൻ്റെ മക്കൾക്ക് സ്വത്തില്ല എന്ന് പറയുന്നത് ഒരു അനീതിയല്ലേ? ഇതിനെ രണ്ടിനെയും വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പേര് പറയണം, സ്ഥലവും. നുസ്രത്ത്, ഉഗ്രപുരം. സഹോദരി നുസ്രത്തിൻ്റെ 2 ചോദ്യങ്ങളും വളരെ വിശദമായി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വളരെ സംക്ഷിപ്തമായി, ഇത്തരം ഒരു ചോദ്യോത്തര വേദിയിൽ സംക്ഷിപ്തമായി മറുപടി പറയാനേ നിർവാഹമുള്ളൂ. ഒന്നാമതായി, ഖുർആനിൻ്റെ സ്ത്രീപക്ഷ വായന ആവശ്യമല്ലെന്നാണ്. ഇതിന് ഉത്തരം പറയാൻ തന്നെ പേടിയാണ്. കാരണം ഞാനെങ്ങാനും ഫൂളിഷ് ആകുമോ എന്ന പേടി. ഈ വിഷയം കോഴിക്കോട് വെച്ച്, ഈ സംഭവം നടന്ന ഉടനെ തന്നെ കോഴിക്കോട് വെച്ച് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. അത് സംസാരിച്ചപ്പോൾ ഒരു മഹാപണ്ഡിതനും ഒരു പ്രഗത്ഭ സാഹിത്യകാരനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത്, എന്നെപ്പോലെ ഫൂളിഷായ ഒരു മനുഷ്യനെ ലോകത്ത് അദ്ദേഹം കണ്ടിട്ടില്ല. എന്തെന്ന് വെച്ചാൽ അത്തരം പരാമർശങ്ങളാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല. ഇവിടെ ഇസ്ലാമിക് ഫെമിനിസം എന്ന ആശയം തന്നെ സത്യത്തിൽ അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഫെമിനിസം എന്നത് ഇസ്ലാമുമായി യോജിക്കാത്ത ഒരു പദപ്രയോഗമാണ്. ഖുർആനിൻ്റെ സ്ത്രീപക്ഷ വായന ആവശ്യമുണ്ടോ അല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിക് ഫെമിനിസം എന്ന ആശയം ഉടലെടുക്കുന്നത് തന്നെ വളരെ വളരെ പുതിയ ഒരു സാഹചര്യത്തിലാണ്. ഫെമിനിസം വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഫെമിനിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഇസ്ലാമിക് ഫെമിനിസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയ പ്രഭാഷണവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും എല്ലാം അടങ്ങിയ CD-യും കാസറ്റുകളും ഇവിടെ ലഭ്യമാണ്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വളരെ വിശദമായ പഠനം. ഫെമിനിസം പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന ഒരു വലിയ വിപ്ലവമായി. ആ വിപ്ലവം തുടങ്ങി വെച്ചത് ഫ്രാൻസിലും അതേപോലെയുള്ള യൂറോപ്യൻ നാടുകളിലുമാണ്. ഇത് തുടങ്ങി വെച്ച പുരുഷൻ്റെതായ സകല കാര്യങ്ങളോടുമുള്ള എതിർപ്പായി തുടങ്ങി വെച്ച കാര്യം പിന്നീട് ഇത് റാഡിക്കൽ ഫെമിനിസമായി. റാഡിക്കൽ ഫെമിനിസം തന്നെ പിൽക്കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസമായി, പിന്നീട് മുതലാളിത്ത ഫെമിനിസമായി, അങ്ങനെ പലതുമായി പല രൂപങ്ങളിൽ വഴി പിരിഞ്ഞു മാറി. ഇന്ന് എക്കോ ഫെമിനിസത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം, അവരെല്ലാവരും സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പുരുഷനാവുക. ഈ ഫെമിനിസ്റ്റുകൾ ആദ്യം കാണുന്നത് പുരുഷന്റെ അവസ്ഥയാകുന്നു ഐഡിയൽ ക്യാരക്ടർ. എന്താ? പുരുഷനാകുന്നു മാതൃകയാക്കപ്പെടേണ്ടവൻ. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ പുരുഷനാവുക, പുരുഷന്മാരെ പോലെയാവുക എന്നാണ് പറയുന്നത്. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. അവിടെ നിന്നാണ് ഇസ്ലാമിൻ്റെ വ്യതിരിക്തത ആരംഭിക്കുന്നത്. ഇസ്ലാം പറയുന്നത് സ്ത്രീക്കും പുരുഷനും വ്യതിരിക്തവും അതോടൊപ്പം തന്നെ പരസ്പര പൂരകവുമായ ധർമ്മമാണ് സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ളത് എന്നാണ്. ഈ പരസ്പര പൂരകമായ ധർമ്മം നിർവഹിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ സമൂഹം സൃഷ്ടിപരവും പുരോഗമനാത്മകവും മാനവികവുമായി തീരുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.
അതല്ലാതെ സ്ത്രീയോട് പുരുഷനാകുവാനോ പുരുഷനോട് സ്ത്രീയാകുവാനോ പറയുന്ന കാഴ്ചപ്പാടുകളുമായി ഇസ്ലാം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. സ്ത്രീയുടെ മാത്രം സവിശേഷതകളെ ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണുന്നു. ഇവിടെ ഫെമിനിസം ചെയ്തത് എന്താ? പെണ്ണിന് കൂടുതൽ പ്രയാസം സംഭാവന ചെയ്യാണ്. ഫെമിനിസം ചെയ്തത് അതാണ്. പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് മോചനം വേണോ, കാശുണ്ടാക്കിക്കോന്ന്. ഫെമിനിസത്തിന് പറയാനുള്ള ആകെയുള്ള വർത്തമാനം അതാണ്. നിനക്ക് മോചനം വേണമോ, കാശുണ്ടാക്കിക്കോ. കാശുണ്ടാക്കിയാലാ നിനക്ക് മോചനമുള്ളൂ, വിമോചനമുള്ളൂ. ഇത് പറയാൻ വളരെ എളുപ്പമാണ് ഫെമിനിസത്തിന്. ഫെമിനിസത്തിന് അത് പറയാം. പക്ഷേ ഇസ്ലാം പറഞ്ഞത് സാമ്പത്തികമായ ഉത്തരവാദിത്വങ്ങൾ, ഒരു സ്ത്രീ പണം ഉണ്ടാക്കാൻ പ്രാപ്തയാകുമോ അല്ല എന്നുള്ളതല്ല, സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ പുരുഷനാണുള്ളത് എന്ന. എന്തുകൊണ്ടെന്നാൽ സ്ത്രീക്ക് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ജൈവികമായ അബലതകൾ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ അബലതകളുടെ സാഹചര്യങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അവിടെയാണ് വൈരുദ്ധ്യത്തിന്റെ അടിത്തറ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ വിളക്കി ചേർക്കുന്ന ഒരവസ്ഥയും സാധ്യമല്ല. ഫെമിനിസത്തിന് പെണ്ണിനോട് പണിയെടുക്കാൻ പറയാം, പക്ഷെ പുരുഷനോട് ഗർഭം ധരിക്കാൻ പറയാൻ കഴിയോ? ഫെമിനിസത്തിനോട് പെണ്ണിനോട് പണമുണ്ടാക്കാൻ പറയാം, പക്ഷെ പുരുഷനോട് പ്രസവിക്കാൻ പറയാൻ കഴിയുമോ? ഫെമിനിസത്തിന് പെണ്ണിനോട് സാമ്പത്തിക സ്വാശ്രയത്വം നേടിയെടുക്കാൻ പറയാം, പക്ഷെ പുരുഷനോട് മുലയൂട്ടാൻ പറയാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അവിടെ പുരുഷാധിപത്യപരമായ വ്യവസ്ഥിതി പെണ്ണിനെ തെറ്റായ വഴിക്ക് നയിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പെണ്ണിനെ വീണ്ടും പീഡിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന മിത്തുകളുടെ സ്വാഭാവികമായി ഉപോൽപ്പന്നമായി കടന്നു വന്ന കാര്യമാണ് ഫെമിനിസം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് ഫെമിനിസത്തിന്റെ വഴി. ഇനി ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ കാഴ്ചപ്പാട്, ആ രംഗത്ത് പ്രഗത്ഭരായ കുറെ എഴുത്തുകാരുണ്ട്. ഫൂളിഷാണ് എന്ന് പറയുന്നതിന് മുൻപ് ചുരുങ്ങിയതായ എഴുത്തുകാരുടെ പുസ്തകങ്ങളും വായിക്കാനുള്ള ഒരു സാമാന്യമായ അവബോധമെങ്കിലും ഇത്തരം കലാകാരന്മാർക്ക് ഉണ്ടായെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളുണ്ട്, വായിച്ചു നോക്കണം. ഡോക്ടർ ആമിന വദൂദിന്റെ ഖുർആൻ ആൻഡ് വുമൺ എന്ന ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭയാണ് എന്നറിയപ്പെടുന്ന മൊറോക്കക്കാരി ഫാത്തിമ മെർണിസിയുടെ പ്രഗത്ഭമായ പുസ്തകങ്ങളുണ്ട്. ബിയോണ്ട് ദി വീൽ എന്ന ഗ്രന്ഥം, അതേപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ വന്ന മാർഗോ ഭദ്രാന്റെ തന്നെ ഇസ്ലാമിക് ഫെമിനിസത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തെ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ആക്ടിവിസത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഫാത്തിമ മർണീസിയുടെ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചാൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് ഫെമിനിസത്തിന് ഓശാന പാടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകില്ല. ഇടമറുകിന്റെ പുസ്തകത്തിലുള്ളതിനേക്കാളും മ്ലേച്ഛമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ. അതേപോലെ തന്നെ ഹദീസ് നിഷേധത്തിന് വളരെ സമർത്ഥമായ അടിത്തറ പണിയുന്ന രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണവ. അതിനൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് അത് കടന്നു വന്ന വഴിത്താരകളുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രൊഫസർ ഡോക്ടർ ആമിന വദൂദിനെ പോലെയുള്ള ആളുകൾ അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിൽ അകപ്പെടുകയോ ചെയ്തുകൊണ്ട് ഈ സ്ത്രീപക്ഷ വായനയുടെ പേരിൽ പലപ്പോഴും എത്തിച്ചേരുന്നത് ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ്. ഇവിടെ സ്ത്രീപക്ഷമോ അല്ലെങ്കിൽ പുരുപക്ഷപക്ഷമോ വായിക്കേണ്ടതല്ല ഖുർആൻ, മാനവപക്ഷം വായിക്കേണ്ടതാണ്. അവിടെ പുരുഷാധിപത്യപരമോ സ്ത്രീ ആധിപത്യപരമോ അല്ല ഖുർആൻ, മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ് ഖുർആൻ. അവിടെ സ്ത്രീപക്ഷ വായന ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള വളരെ സമർത്ഥമായ ചില ചതിക്കുടികളുണ്ട്. അതെന്താണ്? സ്ത്രീപക്ഷ വായന ആദ്യം പറയും, എന്നിട്ട് പറയും ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന്റെ വായനകളാണ്, വ്യാഖ്യാനങ്ങളാണ്. ആ ഹദീസുകൾക്ക് രണ്ട് കൈവഴികളുണ്ട്. ഒന്ന് ആയിഷയുടെ കൈവഴിയും ഒന്ന് അബൂ ഹുറൈറയുടെ കൈവഴിയുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സ്ത്രീപക്ഷ രീതിയിൽ ഖുർആനിനെ നോക്കിക്കണ്ട, പ്രവാചക ജീവിതത്തെ നോക്കിക്കണ്ട വ്യക്തിയാണ്. അതേസമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുരുഷാധിപത്യപരമായ രീതിയിലാണ് പ്രവാചക ജീവിതത്തെ നോക്കിക്കണ്ടത്.
അവിടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിൽ മിക്കതും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളോ കർമ്മശാസ്ത്രപരമാണ് മിക്കതും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിത്തറയെ തന്നെ വേരോടുകൂടി അറുക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്. രണ്ടാമതായി, പാശ്ചാത്യ ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം തുണിയടിച്ചിടുവാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഭീകരവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇന്നലകളിൽ അർദ്ധനഗ്നകളായി ജീവിച്ചിരുന്ന സഹോദരിമാർ അവർ ഇസ്ലാമിനെ കുറിച്ച് ബോധപൂർവം പഠിക്കുകയും ഗൗരവതരമായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുകയും മുഖം പോലും മറച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥാവിശേഷം പാശ്ചാത്യ നാടുകളിൽ സുലഭമാണ്. പലപ്പോഴും ആ നാടുകളിൽ ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് കൂടുതൽ നടക്കുന്നത് സ്ത്രീകൾക്കിടയിൽ നിന്നാണ്. അവരെ വളരെ സമർത്ഥമായി ഡീവിയേറ്റ് ചെയ്യിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി ഇസ്ലാമിക് ഫെമിനിസം എന്ന ആശയത്തിന് പിന്നിലുണ്ട്. അത് ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ വളരെ സമർത്ഥമായി വഴിതെറ്റിക്കുക എന്നതാണ് ഇവരുടെ മാർഗം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയകമായി വളരെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീടാകാവുന്നതാണ്. വളരെ വിശദമായ പഠനങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അഭിഷേകമായി പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ചോദ്യം സഹോദരിയുടേത്. മകൻ ജീവിച്ചിരിക്കുമ്പോൾ പേരക്കുട്ടിക്ക് സ്വത്ത് നൽകാത്ത വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട മകന്റെ മക്കൾക്ക് സ്വത്ത് നൽകാത്ത ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ക്രൂരമല്ലേ എന്ന്, ഖുർആന്റെ കാഴ്ചപ്പാട് ക്രൂരമല്ലേ എന്ന് ഇവിടെ വളരെ വിശദമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. വളരെ വിശദമായി ഇക്കാര്യത്തിൽ ഖുർആന്റെ മൗലികത എന്ന പുസ്തകത്തിൻ്റെ 1-ാമത്തെ വാള്യത്തിൽ ഖുർആനും അനന്തരാവകാശ പ്രശ്നങ്ങളും എന്ന തലക്കെട്ടിൽ ഒരു അധ്യായം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനന്തരാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളത് പരിശോധിച്ചാൽ കൂടുതൽ വിശദമായ മറുപടി അതിൽ നിന്ന് ലഭിക്കും. വളരെ സംക്ഷിപ്തമായി ഞാനിവിടെ പറയാം. ഒന്ന്, നിയമത്തിൻ്റെതായ രീതിയുണ്ട്. നിയമത്തിന് പലപ്പോഴും 100% കാരുണ്യം നടപ്പാക്കാൻ സാധ്യമായിക്കൊള്ളണം എന്നില്ല. നിയമത്തിൻ്റെതായ രീതിയുണ്ട്. ആ രീതിയിലെ നിയമത്തിന് പോകാൻ കഴിയും. അവിടെ 100% കാരുണ്യം നടപ്പാക്കാൻ നിയമത്തിന് സാധ്യമല്ല. പലപ്പോഴും ഞാൻ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഒരു പിതാവിന് 3 മക്കളാണുള്ളത്. പിതാവ് കച്ചവടക്കാരൻ. മൂത്ത മകൻ ബാപ്പായോടൊപ്പം കച്ചവടം തുടങ്ങി. അങ്ങനെ കച്ചവടത്തിൽ ബാപ്പയോടൊപ്പം കച്ചവടം പഠിച്ചു. അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം പരിശ്രമം വഴി സ്വന്തം കച്ചവടം ആരംഭിച്ചു. അത് വികസിച്ചു. ഇപ്പോൾ ബാപ്പയേക്കാൾ വലിയ കച്ചവടക്കാരൻ മൂത്ത മകൻ. രണ്ടാമത്തെ മകൻ ബാപ്പയുടെ നല്ല കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് സാമ്പത്തികമായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പഠിച്ചു. നല്ലൊരു ബിഷഗ്വരനായി, ഡോക്ടറായി. ദിവസേന നല്ല സമ്പാദ്യവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ മകൻ പഠിച്ചുകൊണ്ടിരിക്കെയാണ് ബാപ്പ മരണപ്പെടുന്നത്. സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലെ കാരുണ്യം പറയും ഇളയ മകന് കൂടുതൽ പരിഗണന നൽകണം. പക്ഷേ നിയമത്തിന് അത് പറയാൻ കഴിയില്ല. നിയമത്തിന്റെ രീതി അനുസരിച്ച് 3 പേർക്കും ഒരേപോലെ നൽകാനേ കഴിയൂ. ഇതേപോലെ തന്നെ ഒരുപാട് കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഇതുകളുണ്ടാകും. എവിടെയും പറയാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പം അടുത്ത് തന്നെ മഹാരാഷ്ട്ര കോടതിയിൽ വന്ന ഒരു കേസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് കേസ്? അമ്മയും ഒരാൾ ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഒരു യുവാവ് ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ ഏതാനും മാസം ഗർഭിണിയാണ്.
വലിയ പണക്കാരായ രണ്ട് ദമ്പതികളുടെ ഏക മകനാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവർക്ക് തലമുറകൾക്ക് വേണ്ടിയുള്ള സ്വത്തുണ്ട്. അവരാവശ്യപ്പെടുന്നു, ഈ സ്ത്രീ ഭർത്താവ് മരണപ്പെട്ട ഉടനെ തന്നെ പോയി ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി പോവുകയാണ്. ഇവർ അതിനെതിരെ, ഈ മാതാപിതാക്കൾ അതിനെതിരെ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. കോടതിയോട് ഈ മാതാപിതാക്കൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളുടെ മരുമകളെ ഗർഭചിത്രത്തിന് അനുവദിക്കരുതേ, അവൾ ഞങ്ങളുടെ മകന്റെ അടുത്ത തലമുറയെ 10 മാസം ഗർഭം ധരിച്ചൊന്ന് പ്രസവിച്ച് ഞങ്ങൾക്ക് തരട്ടെ. ആ ഗർഭധാരണത്തിന്റെ സമയത്ത് ആ സമയത്തിന് ആവശ്യമായി എന്ത് പണമാണ് അവൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അനന്തരാവകാശി വേണം. ആ അനന്തരാവകാശിയെ നൽകുവാൻ മകൻ പോലും മരണപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു അനന്തരാവകാശിയെ നൽകുവാൻ ഞങ്ങളുടെ മരുമകളോട് പറയുവാൻ കോടതി ദയവ് ചെയ്ത് കരുണ കാണിക്കണമെന്ന് പറയുന്ന മാതാപിതാക്കൾ, എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിന് കുഞ്ഞു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഗർഭചിത്രം നടത്തുമെന്ന് പറയുന്ന മരുമകൾ, ആരുടെ ഭാഗത്ത് നിൽക്കും നാം? ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ നിയമത്തിന്റെ രീതിയാണ്. ഇസ്ലാമിക നിയമമാണെങ്കിൽ ഇസ്ലാമിക നിയമം പറയും അവൾ ഗർഭം ധരിച്ച അവൾ പ്രസവിക്കുക തന്നെ വേണം. മറ്റ് നിയമങ്ങൾക്ക് ആ നിയമങ്ങളുടേതായ രീതിയുണ്ട്. ആ പ്രസവിക്കുക തന്നെ വേണം എന്ന് പറയുന്നതിന് അവളുടേതായ എതിർപ്പുകളും അവളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ നിയമത്തിന്റെ രീതിയുണ്ട്. ഇതേപോലെ തന്നെയാണ് പലപ്പോഴുമുള്ള കാര്യങ്ങൾ. ഇസ്ലാം നിയമം മൂലം നടപ്പാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ധാർമ്മികമായ നിർദ്ദേശങ്ങൾ വഴി നടപ്പാക്കുന്നു. എന്താണ് കാര്യം? ഇനി നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ, എൻ്റെ മകൻ്റെ മകന് ഞാൻ മരണപ്പെടുന്ന സമയത്ത് എനിക്ക് എൻ്റെ മകനല്ലാത്ത മറ്റു മക്കളുമുണ്ടെങ്കിൽ എൻ്റെ സ്വത്തിന് നേരിട്ട് എൻ്റെ പൗത്രൻ അവകാശിയാവുകയില്ല. ഇത് ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു അടിത്തറയാണ്. എന്തുകൊണ്ടാണത്? ഇപ്പോൾ എനിക്ക് 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ മരണപ്പെടുന്നതിന് മുൻപ് എൻ്റെ ഒരു മകൻ മരണപ്പെട്ടു. അവന് മക്കളുണ്ട്. അതേപോലെ തന്നെ മറ്റ് മക്കൾക്കും മക്കളുണ്ട്. ഞാൻ മരണപ്പെട്ടാൽ ഈ പൗത്രന്മാർക്ക് ആർക്കും സ്വത്ത് ലഭിക്കൂല. നേർക്ക് നേരെ ഒരു അവകാശം എന്നുള്ള നിലക്ക് എൻ്റെ മക്കൾക്ക് സ്വത്ത് ലഭിക്കൂ. എന്തുകൊണ്ടാണത്? ഇസ്ലാമിലെ ആ അനന്തരാവകാശ നിയമത്തിന്റെ ഒരു അടിത്തറയുണ്ട്. എന്താണത്? നേർക്ക് നേരെയുള്ള അവകാശികൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മാത്രമേ അവകാശം ലഭിക്കൂ. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ അടുത്ത ബന്ധുക്കൾക്ക് അവകാശം ലഭിക്കൂ. നേർക്ക് നേരെ എല്ലാത്ത ആളുകൾക്ക് അവകാശം ലഭിക്കൂ. എനിക്ക് പുത്രൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പൗത്രന് എൻ്റെ സ്വത്തിൽ അവകാശമില്ല. പുത്രന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പുത്രന്മാർക്ക് മാത്രമേ എൻ്റെ സ്വത്തിൽ അവകാശമുള്ളൂ. ആ തലത്തിൽ പൗത്രന്മാർക്ക് എൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടാകില്ല, അവകാശമുണ്ടാവുകയില്ല. ഇനി അവകാശം കൊടുക്കുക എന്ന് വിചാരിക്കാം. അവകാശം കൊടുക്കണമെന്ന് വിചാരിക്കാം. നമ്മൾ ഈ നിർദ്ദേശപ്രകാരം അവകാശം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? അവിടെ നിർദ്ദേശിക്കാനുണ്ടാവുക എന്താ? എൻ്റെ പുത്രൻ മരിച്ചുപോയ എൻ്റെ പുത്രൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അവനെത്ര ലഭിക്കുമോ അത് എൻ്റെ പൗത്രന്മാർക്ക് വീതിച്ചു കൊടുക്കാനായിരിക്കും നിർദ്ദേശം ഉണ്ടാവുക. പെട്ടെന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യം അതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിയമത്തിന്റെ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇല്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കണം. ആ സങ്കല്പിച്ചിട്ട് അയാളുടെ അവകാശികളാകുവാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകൾക്ക് കൊടുക്കണം. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഞാൻ കൊടുക്കാവുന്ന സ്വത്ത് അയാൾ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ആ സ്വത്ത് നീക്കി വെക്കുകയും അയാളുടെ അവകാശികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ അയാൾക്ക്, എൻ്റെ പൗത്രന്മാർക്ക് മാത്രമല്ല കിട്ടുക, അയാളുടെ ഭാര്യയ്ക്ക് ലഭിക്കും, അതേപോലുള്ള ആളുകൾക്കെല്ലാം ലഭിക്കും. ഒന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു തലത്തിൽ ഒരു സൈഡിലേക്ക് ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സൈഡിലേക്കും അങ്ങനെ സങ്കല്പിക്കേണ്ടി വരും.
നിയമത്തിന് നിയമത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ പിതാവ് ഇതേപോലെ തന്നെ, എൻ്റെ പിതാവിന് ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ സ്വത്തിൽ ഒരു ഒരു അവകാശമുണ്ട്. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ പിതാവ് ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് മരിച്ചാൽ ഈ മക്കളുടെ കാര്യത്തിൽ പ്രായോഗികമാകുന്നത് പോലെ തന്നെ പിതാവിൻ്റെ കാര്യത്തിലും പ്രായോഗികമാവേണ്ടി വരും. പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചിട്ട് പിതാവിന് ആരൊക്കെ അവകാശികളുണ്ടോ അവർക്ക് മുഴുവനും വീതിച്ചു കൊടുക്കേണ്ടി വരും. എൻ്റെ സ്വത്തിൽ എൻ്റെ ഭാര്യക്ക് അവകാശമുണ്ട്. എൻ്റെ ഭാര്യ ഞാൻ മരണപ്പെടുന്നതിന് മുൻപേ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചിട്ട് ആ സ്വത്തിന് ആരൊക്കെ അവകാശിയാകുമോ അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വീതിക്കാൻ തുടങ്ങിയാൽ ഏകദേശം സ്വത്ത് വിഭജനത്തിന്റെ സമയത്ത് നമ്മളെ സ്വത്ത് വിഭജിക്കുന്ന വീട്ടിലൊരു സമ്മേളനം നടത്തേണ്ടി വരും. കാരണം അവകാശികൾ അത്രയും ഉണ്ടാവും. തമാശയായി പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചു കൊടുത്താൽ വലിയ സ്വത്തുള്ള ആൾക്ക് കിട്ടുക, എല്ലാവർക്കും അവകാശമായിട്ട് കിട്ടുക, കാര്യമായിട്ട് ഇങ്ങനെ വീതിച്ചാൽ എത്രയായിരിക്കും കിട്ടുക? വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അത് ഒരു ഉപകാരത്തിലും പെടാത്ത രൂപത്തിലാണ് പോവുക. തമാശയായി പറഞ്ഞാൽ ഒരു പൊറാട്ടയും കുറച്ച് ഒരു ചാപ്സും അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയും കൊടുക്കാനുള്ള സംഭവം കിട്ടും, വേറെ ഒന്നും കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ രൂപത്തിൽ ഇസ്ലാമിക നിയമം പ്രായോഗിക നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിയമം ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഇസ്ലാം ചെയ്തത് എന്താണ്? അത് ധാർമ്മികമായി പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എങ്ങനെയാണത് ധാർമ്മികമായിട്ട് പരിഹരിക്കുക? ഒന്ന്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പുത്രൻ മരിച്ചാൽ എൻ്റെ പുത്രന് സമ്പത്തില്ലെങ്കിൽ, ചിലപ്പോൾ എന്നെക്കാളും സമ്പത്തുള്ള ആളായിരിക്കും എൻ്റെ പുത്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് പിന്നെ ആ പ്രശ്നം ഉദിക്കണില്ല. എൻ്റെ പൗത്രന്മാരുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണുള്ളത്. ആ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നാമതായി എനിക്കാണുള്ളത്. അവരെ സംരക്ഷിക്കുന്നത് ഞാനാണ്. അന്ന് മുതൽ എനിക്കറിയാം അവർ എത്രത്തോളം ദുർബലന്മാരാണ് എന്ന്. ആ ദുർബലത മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എൻ്റെ സ്വത്തിൽ നിന്ന് വസിയത്ത് ചെയ്യുവാൻ എനിക്ക് അവകാശമുണ്ട്. എൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം വരെ വസിയത്ത് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം വരെ അവർക്ക് വസിയത്ത് ചെയ്യുവാൻ എനിക്ക് അവകാശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസിയത്തിന് അവകാശികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വസിയത്ത് എഴുതി വെക്കാതെ നിങ്ങൾ ഒരു രാത്രി പോലും കിടന്നുറങ്ങരുത് എന്നാണ്. അപ്പോൾ വസിയത്ത്, അതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ഇസ്ലാം പരിശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ സാധ്യമല്ല. നിയമത്തിന്റെ രീതി അനുസരിച്ച് ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് നേരെ തിരിച്ചുകൊണ്ടിട്ടോ. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൗത്രന് എത്ര സ്വത്തുണ്ടെങ്കിലും വല്ലിപ്പാക്കും ഇതേപോലെ തന്നെ അർഹത ലഭിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു അനാഥത്വത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ആ പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന എന്നിൽ തന്നെ അല്ലെങ്കിൽ പ്രപിതാവിൽ തന്നെ, പിതാമഹനിൽ തന്നെ ഇസ്ലാം ഭരമേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ലാതെ നിയമത്തിന്റെ മാത്രം മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. നിയമത്തിന്റെ മാത്രം മാർഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ നിയമം മറ്റു തലങ്ങളിലേക്ക് കൂടി കടന്നു വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ നിയമത്തിന്റെ മാത്രം മാർഗം ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധാർമ്മികതയുടെ മാർഗം ഉപയോഗിച്ചത് ഇസ്ലാം വസിയത്തിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ചോദിക്കുന്നത് ഫാറൂഖ് പറമ്പിൽപ്പിടിക. ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ദൈവിക വചനങ്ങൾക്ക് പുറമെ ദൈവികേതര വചനങ്ങളും ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ വാദം. എന്നാൽ എൻ്റെ ചോദ്യം, ഖുർആനിൽ ദൈവിക വചനങ്ങൾക്ക് പുറമെ മക്ക മുശ്രിക്കുകളുടെ വാക്കുകളൊക്കെ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് എന്ന് പറയുന്നു. ബൈബിളിൽ ദൈവികേതര വചനങ്ങളുള്ളതുപോലെ ഖുർആനിലും ദൈവികേതര ഇല്ലാന്നാണ് ഉത്തരം. മക്കാ മുശ്രിക്കുകളുടെ മാത്രമല്ല, ശൈത്താൻ്റെ വചനം ചിലപ്പോൾ ഖുർആനിലുണ്ടാവും. പക്ഷെ അത് ഖുർആൻ പടച്ചോൻ ഉദ്ധരിക്കുകയാണ് ഈ കാര്യങ്ങൾ. അതല്ല. മറ്റേത് പിൽക്കാലഘട്ടത്തിൽ ആളുകൾ കടത്തി കൂട്ടിയതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഒന്ന്, ബൈബിളിലുള്ളത്
പടച്ചോന്റെ വചനങ്ങളോടൊപ്പം ബാക്കിയുള്ള വചനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ വകയായി കടത്തിക്കൂട്ടിയത്. ഖുർആനിൽ എന്താണ്? ഖുർആൻ ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിശാചിന്റെ വചനങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, മക്കാ മുശ്രിക്കുകളുടെ വചനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം എന്താണ്? ഉദ്ധരണിയാണ്. പടച്ചോന്റെ വചനങ്ങളിൽ വരുന്ന ഉദ്ധരണികളാണ്. ഇവിടെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തന്നെ പല ബൈബിളും ഉദ്ധരിച്ചു, അല്ലേ? ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചു. ഇതെല്ലാം എന്താണ്? ഞാൻ പറയുന്നത് തന്നെയാണ്. അവിടെ ഉദ്ധരണി ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഖുർആൻ മറ്റുള്ളവരുടെ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരണി പടച്ചോൻ്റെത് തന്നെ. ആ ഉദ്ധരണി മറ്റുള്ളവരുടെ വചനം പടച്ചോൻ്റെ തന്നെയാണ്. മറ്റ് ബൈബിളിനെ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉണ്ടായത് അതല്ല, പിൽക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ കൈകടത്തലുകളാണ്. അങ്ങനെ ഉദ്ധരണി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഖുർആന്. ഈ അള്ളാഹുവിൻ്റെ കലാമ് ഖദീമായിരിക്കണമല്ലോ. അപ്പോൾ ഖുർആൻ്റെ ആ വചനങ്ങളും ഖദീമായിരിക്കണം. അപ്പോൾ ഈ മക്കാ മുശ്രിക്കുകളുടെ ഈ വാക്കുകൾ പുതിയതായ ഹാദിസുകളാണല്ലോ. അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യമാവുന്നില്ലേ? ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മക്കാ മുശ്രിക്കുകളുടെ വാക്കുകളായിരുന്നാലും ഇബ്ലീസിൻ്റെ വാക്കുകളായിരുന്നാലും, ഇബ്ലീസിൻ്റെ എന്ന് ഞാൻ പറഞ്ഞ ബോധപൂർവമാണ്, ഏത് വചനങ്ങളായിരുന്നാലും അതിൻ്റെ തലത്തിൽ മാത്രമേ പ്രസക്തിയുള്ളൂ. അള്ളാഹിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ സംഭവം ഉദ്ധരിക്കേണ്ടി വരും. ആ ഉദ്ധരിക്കുമ്പോൾ ആ വചനങ്ങൾക്ക് സർവകാലിത്വം ഉണ്ടാവുന്നുണ്ട്. പടച്ചോൻ്റെ വചനങ്ങൾക്ക് സർവകാലികതയുണ്ട്. ഈ വചനങ്ങൾക്ക് പടച്ച തമ്പുരാൻ ഉദ്ധരിക്കുമ്പോൾ സർവകാലികതയുണ്ടാവുകയാണ്. അവിടെ കാലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീക്ഷണത്തിൽ കാലത്തിന് പരിമിതികളുണ്ട്. പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കാലം തന്നെ ഇല്ലാത്ത ഒരു അസ്തിത്വമാണ് പടച്ചോൻ. പടച്ചോന്റെ അറിവിനും കാലത്തിന്റെ പരിമിതിയില്ല. പടച്ചോന്റെ അറിവ് എന്നുള്ളത് കാലത്തിന് അതീതമായ അറിവാണ്. കാലത്തിന് അതീതമായ അറിവും പടച്ചവന്റെ അറിവിന്റെ ഭാഗം തന്നെയാണ് പടച്ചോന്റെ കലാം, അല്ലെങ്കിൽ അറിവിൽ നിന്ന് വരുന്നതാണല്ലോ കലാം. അപ്പൊ ആ കലാമിനും കാലാതീത ഭാവമുണ്ട്. ആ കാലാതീത ഭാവമുള്ള കലാമിൽ സ്വാഭാവികമായും കാലികമായ കാര്യങ്ങൾ പറയേണ്ടി വരും. ആ കാലികമായ കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ അവസ്ഥയിൽ കാലികാണ്. അത് നമ്മുടെ തലത്തിലേക്ക് വരുമ്പോൾ പടച്ചോന്റെ അറിവിലാകട്ടെ അത് പൂർണ്ണമാണ് താൻ. നമ്മൾ മനസ്സിലാക്കുക, പടച്ചോന്റെ അറിവ് എന്നുള്ളത് ഏത് സമയത്തും പൂർണ്ണമാണ്. നമ്മൾ പടച്ചോന്റെ അറിവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അള്ളാഹുവെ അറിവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ സങ്കല്പങ്ങൾ പലതും. കാരണം നമ്മൾ അറിവിന്റെ മാതിരി അള്ളാഹ്ക്ക് അറിവ് കൂടുന്നില്ല. അള്ളാഹിന്റെ അറിവ് എന്നും ഉള്ളതാണ്, എന്നും ഉണ്ടായിരിക്കുന്നതാണ്, എന്നും ഇതേപോലെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അവിടെ എന്നും എന്ന് പറയുന്നത് പോലും കൃത്യമല്ല. എന്തുകൊണ്ടെന്നാൽ ആ എന്നും എന്നുള്ളത് നമ്മുടെ കാലഭാവനയുടെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. പടച്ചോനക്ക് കാലമില്ല, പടച്ച തമ്പുരാന്റെ അറിവിനും കാലമില്ല. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ ഈ അറിവ്, ഇപ്പൊ ഞാൻ സംസാരിച്ചു എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോൾ വരുന്ന ഒരു സംഭവമാണ്, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ പടച്ചോന്റെ അറിവിൽ കാലഭേദമില്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഒരേപോലെയുള്ളതാണ്. വരാനുള്ളതും വന്നതും വന്നു കഴിഞ്ഞതും വന്നുകൊണ്ടിരിക്കുന്നതുമെല്ലാം ഒരേപോലെയുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് പടച്ചോന്റെ സംസാരത്തിന്റെ കാര്യവും. പടച്ചോന്റെ സംസാരത്തിൽ പരിമിതമായ നമ്മുടെ നിബദ്ധമായ കാര്യങ്ങൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ അത് പടച്ച തമ്പുരാന്റെ അറിവിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അറിവിന്റെ ഭാഗമായ അത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അതിന് കാലികമായ കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പടച്ചോന്റെ അറിവോ പടച്ചോന്റെ കലാമോ കാലബദ്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം സ്ത്രീകൾക്കാണ്. എൻ്റെ പേര് നസ്ല, വീട് അരീക്കോട്. ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്ന ഇസ്ലാം ബഹുഭർത്തൃത്വത്തെ പാടെ നിരാകരിക്കുന്നത് ഒരു സ്ത്രീകളോടുള്ള ഒരു വിവേചനമല്ലേ? അതുപോലെ തന്നെ പുരുഷനായ ഒരു സാക്ഷിക്ക് പകരം രണ്ട് സ്ത്രീ സാക്ഷി വേണമെന്ന് നിബന്ധന പുരുഷപക്ഷവാദമല്ലേ? നസ്ലന്റെ ചോദ്യം രണ്ടും
സ്ത്രീപക്ഷപാതപരമായ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിനെതിരെ സ്ത്രീപക്ഷപാതികൾ എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബഹുഭാര്യത്വം എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുഭർത്തൃത്വം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് സഹോദരിയുടെ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ബഹുഭർത്തൃത്വം ഇസ്ലാം പ്രകൃതി മതമാണ്, മനുഷ്യപ്രകൃതിക്കെതിരാണ് ബഹുഭർത്തൃത്വം. അതുകൊണ്ടാണ് ഇസ്ലാം പ്രകൃതി മതമായ ഇസ്ലാം ബഹുഭർത്തൃത്വം അംഗീകരിക്കാത്തത്, അനുവദിക്കാത്തത്. സമൂഹത്തിൽ ഒരിക്കലും ബഹുഭർത്തൃത്വം ഒരു സ്ഥാപനമായി നിലകൊണ്ടിട്ടില്ല. ചില സമൂഹങ്ങളിൽ ഒരു വ്യതിയാനമായി ബഹുഭർത്തൃത്വം നിലനിന്നിരുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ബഹുഭർത്തൃത്വം പൂർണ്ണമായ അർത്ഥത്തിൽ നിലകൊണ്ട ഒരു സമൂഹവും കാണാൻ സാധ്യമല്ല. ഇത് വ്യതിയാനമായി നിലകൊണ്ടിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു, നായന്മാർക്കിടയിലും മറ്റുമെല്ലാം ബഹുഭർത്തൃത്വ സമ്പ്രദായം ഒരു വ്യതിയാനമായി, ഒരു സ്ഥാപനമായിട്ടല്ല. എന്തുകൊണ്ടാണ് ബഹുഭർത്തൃത്വം ഇസ്ലാം അനുവദിക്കാത്തത്? ഞാൻ പറഞ്ഞു, പ്രകൃതി വിരുദ്ധമാണ്. എന്താണത്? പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ കാരണം, ഒന്നാമതായി വൈവാഹിക ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പരിണിതി മക്കൾ ഉണ്ടാവുക എന്നതാണ്. മക്കളുടെ പിതൃത്വം നിർവഹിക്കുവാൻ ബഹുഭർത്തൃത്വം വഴി സാധ്യമല്ല. ബഹുഭർത്തൃത്വം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നാമതായി മക്കൾ ആരുടെ ഏത് പിതാവിൻ്റെ മകനാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അനന്തരാവകാശ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരുടെ അനന്തരാവകാശമാണ് നൽകേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീ അബലയാകുന്ന സമയമാണ് ഗർഭകാലം. ആ ഗർഭകാലത്ത് അവൾ ശുശ്രൂഷ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്ന്, ആ ഗർഭകാലത്ത് സ്ത്രീ ആഗ്രഹിക്കുന്നതും കാക്ഷിക്കുന്നതും ഈ ഗർഭത്തിന് ഉത്തരവാദിയായ ആളുടെ തലോടലും അയാളുടെ സ്നേഹമസൃണമായ പരിചരണവുമാണ്. ബഹുഭർത്തൃത്വത്തിൽ ഉള്ള ഒരാൾ ഗർഭം ആരുടേതാണ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ആ രൂപത്തിലുള്ള പരിചരണം ലഭിക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല. ഇതേപോലെ തന്നെ ബഹുഭർത്തൃത്വം വഴി ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹമായിരിക്കും ഫലം. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അഞ്ചാമതായി, ഇത് ഭർത്താക്കന്മാർക്കിടയിൽ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. കാരണം ഇന്ന ഭാര്യ ഇന്നടുത്ത് ഇന്ന ഭർത്താവ് വരാൻ പാടുള്ളൂ എന്നുള്ള, ഇന്ന സമയത്ത് ഇന്ന ആളെ വരാൻ പാടുള്ളൂ എന്നുള്ള പെരുമാറ്റച്ചട്ടം കൊണ്ടുവരും. ഇതുകൊണ്ടെല്ലാം തന്നെ ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമായതുകൊണ്ട് തന്നെ പ്രകൃതി മതമായ ഇസ്ലാം ബഹുഭർത്തൃത്വം അംഗീകരിച്ചിട്ടില്ല, ബഹുഭർത്തൃത്വം നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബഹുഭാര്യത്വം പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. എന്നാൽ ബഹുഭർത്തൃത്വമാകട്ടെ ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല എന്ന് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രശ്നം മാത്രമാണ്. ബഹുഭാര്യത്വം പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് പറയുന്നത് വൈയക്തികവും സാമൂഹികവുമായ നിരവധി പ്രശ്നങ്ങൾ അത് ഇസ്ലാം വിഭാവനം ചെയ്ത ബഹുഭാര്യത്വം വഴി പരിഹരിക്കുവാൻ കഴിയും. ഒന്നാമതായി നിരവധി പ്രശ്നങ്ങളുണ്ട്. വിശദമായി ചോദ്യം അതല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒന്നാമതായി പുരുഷ ലൈംഗികതയുടെ പ്രശ്നം തന്നെയാണ്. പുരുഷ ലൈംഗികതയുടെ പ്രശ്നം ഇന്ന് കേരളത്തിൽ പോലും അഭിസാരികകളുടെ അടുത്ത് പോകുന്ന പുരുഷന്മാരുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ 80% പേരും വിവാഹിതരാണ് എന്നാണ് കാണാൻ കഴിഞ്ഞത്. ഈ വിവാഹിതർ എന്തുകൊണ്ട് അഭിസാരികകളുടെ അടുത്ത് പോകുന്നു എന്ന ചോദ്യത്തിന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് കൃത്യമായ മറുപടിയുണ്ട്. ഇസ്ലാം പറയുന്നത്
ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ അനിവാര്യമാകുന്നു പുരുഷനെങ്കിൽ അവിടെ അവളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ്. അവിടെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇസ്ലാം വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളെ പൂർണ്ണമായി നിരോധിക്കുകയും അത് നികൃഷ്ടമാണെന്ന് മാത്രമല്ല ഇസ്ലാമിക വ്യവസ്ഥിതിയാണുള്ളത് എങ്കിൽ വളരെ നിഷ്കൃഷ്ടമായ നിയമ നടപടികൾ അത്തരം ആളുകൾക്കെതിരെ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ വൈവാഹിക ജീവിതത്തിലൂടെയുള്ള ലൈംഗികത എന്ന പ്രശ്നം പരിഹരിക്കുവാൻ അവസരം ലഭിക്കുന്നു. ചില പുരുഷന്മാർക്കെങ്കിലും ഒന്നിലധികം സ്ത്രീകളെ വേൾക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നുള്ളത് ലൈംഗിക ശാസ്ത്രപരമായി പൂർണ്ണമായും ശരിയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ആ രംഗത്ത് ശാസ്ത്രീയമായ പഠനം നടത്തിയ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസന്റേതായിരുന്നാലും ഇന്ത്യക്കാരനായ പ്രകാശ് കോത്താരിയുടേതായിരുന്നാലും അതേപോലെ തന്നെ ഉള്ള പ്രഗത്ഭമായ ഈ രംഗത്തുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും കാര്യം ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. അവിടെ ഇസ്ലാം പറഞ്ഞത് ഞാൻ സാധാരണയായി പറയാറുള്ളത് പോലെ ഒരു തോട്ടത്തിൽ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞ് ഒരു പാത്രം വെച്ചാൽ അതിനർത്ഥം എല്ലാവരും അവിടെ പോയി തുപ്പണമെന്നല്ല, മറിച്ച് ആളുകളെല്ലാവരും അവിടെ കാര്യം കുറച്ച് പ്രയാസപ്പെട്ട് തുപ്പണം എന്നല്ല, തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂന്നാണ്. ലോകത്ത് എവിടെയും തുപ്പാം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പാത്രത്തിൻ്റെ തന്നെ ആവശ്യം ഉണ്ടാകില്ല. എന്നാൽ ഇസ്ലാം വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ ലൈംഗിക ബന്ധം പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥ ശാസ്ത്രീയമായി ലൈംഗിക ശാസ്ത്രപരമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നു. അത് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായതുകൊണ്ട് ബഹുഭർത്തൃത്വം ഇത്തരം ഒരു പ്രശ്ന പരിഹാരമല്ല. സ്ത്രീക്ക് ആരോഗ്യവാനായ ഒരു പുരുഷനാണ് എങ്കിൽ ആ പുരുഷനല്ലാതെ ഒരു പുരുഷനെ തേടിപ്പോകേണ്ട അവസ്ഥയിലല്ല അവളുടെ മാനസികവും ശാരീരികവുമായ സവിശേഷതകൾ. അത്തരം ഒരു അവസ്ഥ സ്ത്രീക്കുണ്ടെങ്കിൽ അത് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുക അത് രോഗമാണെന്നാണ്, അതിന് ചികിത്സ ആവശ്യമുള്ള അസുഖമാണ്. അതേസമയം സ്ത്രീക്ക് അവളുടേതായ ജൈവികമായ അബലതകളുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. ആർത്തവത്തെ പോലെ, പ്രസവത്തെ പോലെ, പ്രസവാനന്തര ശുശ്രൂഷയുടെ കാലഘട്ടത്തെ പോലെയുള്ള സമയങ്ങൾ ചില പുരുഷന്മാർക്കെങ്കിലും അത്തരം സമയങ്ങൾ പ്രയാസകരമായി അനുഭവപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. രണ്ടാമതായി സ്ത്രീയുടെ വന്ധ്യത. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് വന്ധ്യതയുണ്ടെങ്കിൽ അവിടെ ബഹുഭർത്തൃത്വമല്ല ഇസ്ലാം നിർദ്ദേശിക്കുന്നത്, മറിച്ച് ആ പുരുഷനെ സ്ത്രീക്ക് ഒഴിവാക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. ഖുൽഅന് സ്ത്രീക്ക് അവകാശം നൽകുന്ന അവസരങ്ങളിൽ ഒന്നാണ് പുരുഷന്റെ വന്ധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലൈംഗിക ശേഷിയില്ലാത്ത പുരുഷനോടൊപ്പം ജീവിക്കുവാൻ സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നേയില്ല. മൂന്നാമതായി അനാഥകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യം. ഈ സന്ദർഭത്തിലും പല സമയത്തും ഒന്നിലധികം സ്ത്രീകളെ വേൾക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. സ്ത്രീയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവൾക്ക് മാറാരോഗമുണ്ടാവുകയും കുറെ കാലത്തിന് ലൈംഗിക ബന്ധം പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. ഈ സമയത്തും പുരുഷന് ഈ രൂപത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന വൈയക്തികമായ കാരണങ്ങളാണ് ഇവ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. സാമൂഹികമായ അവസ്ഥകളും ഉണ്ടാകും. സ്ത്രീകളുടെ എണ്ണം എപ്പോഴും ധാർമ്മികമായി ഇസ്ലാമികമായി നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും, ഒരല്പം കൂടുതലായിരിക്കും. അങ്ങനെ സർപ്ലസ് ആയി വരുന്ന സ്ത്രീകളെ കഴിയുന്ന പുരുഷന്മാർ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള മാർഗനിർദ്ദേശം. അതല്ലെങ്കിൽ ആധുനികതക്ക് പറയാനുള്ളത് അവർ ലൈംഗികമായ ബന്ധങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. രണ്ടാമതായി നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിൻ്റെയും മറ്റും അവസരങ്ങളിലുള്ള വിധവകളുടെ സംരക്ഷണമാണ്. ആ വിധവകളുടെ സംരക്ഷണത്തിൻ്റെ രംഗത്തും ഈ രൂപത്തിൽ ആണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് ബഹുഭർത്തൃത്വം അനിവാര്യമായി വരുന്ന ഇത്തരം ഘട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലതാനും.
എന്താണത്? പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലാകുന്ന ധാർമ്മികമായൊരു സാമൂഹ്യ സംവിധാനത്തിന് അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയേ ഇല്ല. അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി കൊല ചെയ്യപ്പെടുകയും അങ്ങനെ പുരുഷന്മാർക്ക് ഭാര്യമാരില്ലാതായി മാറുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. യുദ്ധത്തിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഇന്നും അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥയില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത്തരം ഒരു രംഗങ്ങളിൽ ഒന്നും തന്നെ ബഹുഭർത്തൃത്വം അനിവാര്യമായി തീരുന്ന അവസ്ഥാവിശേഷങ്ങളില്ല. എന്നാൽ ബഹുഭാര്യത്വം സാമൂഹികമായും വൈയക്തികമായും അനിവാര്യമായി തീരുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രകൃതി മതമായി ഇസ്ലാം ഭാര്യത്വം അനുവദിക്കുകയും ബഹുഭർത്തൃത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാക്ഷ്യത്തിന്റെ പ്രശ്നമാണ് അടുത്ത പ്രശ്നം. സഹോദരിയുടെ അടുത്ത പ്രശ്നം സാക്ഷ്യത്തിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ വചനത്തിൽ സാമ്പത്തിക വിഷയങ്ങളിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ 2 പുരുഷന്മാർ സാക്ഷികളായി ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി പറയുകയും 2 പുരുഷന്മാർ ഇല്ലെങ്കിൽ 1 പുരുഷന് പകരം 2 സ്ത്രീകൾ ഉണ്ടാകണമെന്ന് പറയുകയും ആ 2 സ്ത്രീകൾ ഉണ്ടാകേണ്ടതിൻ്റെ യുക്തി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീക്ക് സാക്ഷ്യം എന്നുള്ളത് ഒരു അവകാശമല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. സാക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ഒരു അവകാശമല്ല, പോരാടി നേടിയെടുക്കേണ്ട വലിയൊരു അവകാശമൊന്നുമല്ല സാക്ഷ്യം. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിലുള്ള സാക്ഷ്യം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു റോട്ടിലൂടെ സാമ്പത്തിക വിഷയത്തിലുള്ള വളരെ മാനവികമായൊരു കാര്യത്തിൽ തന്നെയുള്ള സാക്ഷ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. റോട്ടിലൂടെ അങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആ ആക്സിഡന്റിന് സാക്ഷ്യം വഹിക്കാൻ ഈ കൂടെ ഇരിക്കുന്ന ആളുകളുടെ എത്ര ആളുകൾ തയ്യാറാകും? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കണ്ടു എന്ന് എഴുതി ഒപ്പിടാൻ വേണ്ടി പറഞ്ഞാൽ എത്ര ആൾ തയ്യാറാകും? ഞാനില്ല എന്നാ പറയുള്ളൂ. എന്താ കാരണം? ഇത് വലിയൊരു തലവേദനയാണ്. സാക്ഷിയാവായി എന്നുള്ളത് വലിയൊരു തലവേദന. സാമ്പത്തിക വിഷയത്തിലാണെങ്കിലോ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനിൽ ഇസ്ലാം ഭരമേൽപ്പിച്ചു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നത് കൂടുതൽ പുരുഷന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പ്രാപ്തർ പുരുഷന്മാരാണ്. ആ തലവേദനകൾ സ്വീകരിക്കുവാൻ അവർക്കാണ് കൂടുതൽ കഴിയുക എന്നുള്ളത് കൊണ്ട് പറഞ്ഞു. ഇനി അഥവാ ഏതെങ്കിലും ഒരു അവസരത്തിൽ 2 പുരുഷന്മാരെ സാക്ഷികളായില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ 1 പുരുഷന് പകരം 2 സ്ത്രീ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്തിന്? ഒരു സ്ത്രീക്ക് തെറ്റുപറ്റുമ്പോൾ മറ്റവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി 1 പുരുഷൻ ഏറ്റെടുക്കുന്ന ഭാരം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ല. സ്ത്രീകൾ 2 പേർ ഒന്നിച്ച് ഏറ്റെടുക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. സ്ത്രീയെ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുവാൻ ഇസ്ലാം നിർബന്ധിച്ചില്ല എന്ന് മാത്രം. ഏറ്റെടുക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ 2 പേർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. എന്താ കാരണം? ഒരാൾ മറന്നുപോയാൽ മറ്റാൾ ഓർമ്മിപ്പിക്കാൻ. മറന്നുപോകുക എന്നുള്ളത് സ്ത്രീക്ക് മാത്രമുള്ളതാണോ? അല്ല. പക്ഷേ ഈ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ കാര്യത്തിൽ വളരെ കണിശത വേണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ആ കണിശതയുടെ രംഗത്ത് സ്ത്രീയുടെ ജൈവികമായ പ്രയാസങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളായി ഭവിക്കാറുണ്ട്. ശാസ്ത്രം തന്നെ പറയുന്നത്, ജീവശാസ്ത്രം പറയുന്നത്, ശരീരശാസ്ത്രം പറയുന്നത്, സ്ത്രീയുടെ സ്ത്രൈണമായ സവിശേഷതകൾ, പ്രത്യേകതകൾ, ഉത്തരവാദിത്വങ്ങൾ പലപ്പോഴും അവളിൽ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്നില്ല അവളെ എന്നുള്ളതാണ്. അഥവാ അവളുടെ ആർത്തവത്തിൻ്റെയും അതേപോലെ തന്നെ ആർത്തവ വിരാമത്തിൻ്റെയും അതേപോലെ ആർത്തവാനന്തരമായുള്ള കാലഘട്ടത്തിൻ്റെയും ഗർഭകാലത്തിൻ്റെയും പ്രസവാനന്തര ശുശ്രൂഷയുടെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ മുലയൂട്ടലിൻ്റെ സമയത്തുമെല്ലാം ഇവയെല്ലാം തന്നെ അവൾ ഏറ്റെടുക്കേണ്ട ജൈവികമായ ഉത്തരവാദിത്തങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കേവലം ശരീരം മാത്രമല്ല ആ ഉത്തരവാദിത്വങ്ങളിൽ പങ്കുവഹിക്കുന്നത് എന്നും മാനസികമായും സ്ത്രീക്ക് പല പ്രയാസങ്ങളും ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നും ശരീരശാസ്ത്രം പഠിപ്പിക്കുന്ന വസ്തുതയാണ്. ഈ മാനസികമായ പ്രയാസങ്ങളിൽ ഒന്നായി ശരീരശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ലോ മൈൻഡഡ്നെസ് ആണ്, മനോമാന്യമാണ്. ഈ സമയത്ത് ഓർമ്മക്കുറവുണ്ടാകാമെന്നും തെറ്റുപറ്റുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നും ശരീരശാസ്ത്രം കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ
തെറ്റുപറ്റുവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായ സാക്ഷ്യ നിർവഹണത്തിന്റെ രംഗത്ത് ഒരു സ്ത്രീ സാക്ഷിയായി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ലെന്നും രണ്ടുപേർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും ഒരു പുരുഷൻ ഏറ്റെടുക്കേണ്ട ഭാരം പ്രയാസം രണ്ട് സ്ത്രീകൾ വീതിച്ചെടുക്കണമെന്നും അഥവാ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും രൂപത്തിൽ തെറ്റുപറ്റിയാലോ മറവി സംഭവിച്ചാലോ മറ്റവൾ തിരുത്തി കൊടുക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യണമെന്നും ഇസ്ലാം പറഞ്ഞു എന്നുള്ളത് മാത്രമേയുള്ളൂ. അത് സ്ത്രീയെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവളെ വില കുറച്ച് കാണിക്കുകയല്ല. മറ്റു പല മതഗ്രന്ഥങ്ങളും സ്ത്രീയെ സാക്ഷ്യത്തിന് തന്നെ കൊള്ളുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനുസ്മൃതിയിലെ 8-ാം അധ്യായത്തിൽ 77-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീയെ സാക്ഷ്യത്തിന് തന്നെ ഒരവസ്ഥയിലും കൊള്ളൂല എന്നുള്ള വചനം. ഇതേപോലെ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമങ്ങളെല്ലാം തന്നെ ഈ രൂപത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് വെക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഓരോ നിയമങ്ങൾക്ക് പിന്നിലും വ്യക്തമായ മാനവികമായ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പരിശോധിച്ചാൽ അക്കാര്യം കാണാൻ കഴിയും. ഖുർആൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നാം സന്നദ്ധമാവുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയകമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളുടെ മാനവികതയുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ സ്ത്രീയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ മതങ്ങളിലും ദർശനങ്ങളിലും എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്റ്റാളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് ആ പുസ്തകത്തെ ആശ്രയിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻവറാണ്, അരീക്കോടാണ്. എൻ്റെ ഒരു അമുസ്ലിം സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് അക്ബർ സാഹിബിനോട് ചോദിക്കുന്നത്. ഇവിടെ അരീക്കോട് സൗദി അറേബ്യയുടെ ചാനൽ വന്നത് ഇവിടെ അടുത്തതാണ്. ഈ സമയത്തിലെ സൗദി അറേബ്യയുടെ ചാനൽ തുറന്നാൽ നിങ്ങൾ മുസ്ലിങ്ങൾ കഅബയും അതുപോലെ തന്നെ അജറുൽ അസ്വദ് തവാഫ് ചെയ്യുകയും ആ കഅബയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ആ അജറുൽ അസ്വദിനെ മുത്തുന്നത് പോലെ തന്നെയല്ലേ ഞങ്ങളും ഈ ബിംബാരാധനയും അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കുകയും അതിനെ മുത്തുന്നതും? ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല, എന്നാൽ അതേപോലുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടായേക്കാം. ഞാൻ മേത്തലങ്ങാടി പള്ളിയിൽ ഇത്രയും കുത്തുബ കേട്ടിട്ടും ഇവനൊന്നും അതിന് ഇതുവരെ തിരിഞ്ഞില്ല എന്ന് ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും. അപ്പോൾ അവർക്ക് കൂടി ഈ സംശയം തീരാൻ വേണ്ടിയാണ് ഈ അക്ബർ സാഹിബിനോട് ചോദിക്കുന്നത്. സൗദിൻ്റെ ചാനൽ വന്നപ്പോൾ കഅബാലയത്തിനെ തവാഫ് ചെയ്യുന്നതും മുച്ചുന്നതും എല്ലാം തന്നെ ബഹുദൈവ ആരാധനാപരമാണ് എന്ന സുഹൃത്ത് തെറ്റിദ്ധരിച്ചു എന്നാണ്. അയാൾ എങ്ങനെ തിരുത്തണം എന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഅബാലയത്തിന് ആകട്ടെ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കാകട്ടെ മുസ്ലിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നില്ല. അവിടെയുള്ളത് കഅബാലയത്തിനെ നമ്മൾ തവാഫ് ചെയ്യുന്നത് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു എന്ന കാരണത്താലാണ്. പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു എന്ന കാരണത്താൽ കഅബാലയത്തിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയുമെന്നോ ആ കഅബാലയത്തിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ടോ അല്ല നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഒരു വിഗ്രഹാരാധകൻ ആ വിഗ്രഹത്തിന് പിന്നിലുള്ള മഹാശക്തിയോട് പ്രാർത്ഥിക്കുകയും ആ വിഗ്രഹത്തെ ആ ശക്തിയുടെ പ്രതിരൂപമായി കാണുകയും ആ ശക്തിയോടുള്ള പ്രാർത്ഥനാ വഴിപാടുകൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത്. ആ ശക്തിയോടാണ് പ്രാർത്ഥന. ഇപ്പൊ ഗണപതിയെ പൂജിക്കുന്ന ആള് ഗണപതിയോടാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ പൂജിക്കുന്ന വ്യക്തി ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ആണ് പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥനകളിൽ നിന്ന് അവർക്ക് ദിവ്യാംശം ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവം അവരിലൂടെ കേൾക്കുന്നോ ഇടയാളിനെ വെച്ചെന്നോ അല്ല അവർക്ക് ന്യായീകരണം ഉണ്ടാകാം. പക്ഷെ പ്രാർത്ഥനകൾ ശ്രീകൃഷ്ണനോടാണ്, ഉണ്ണിക്കണ്ണനോടാണ്, അതേപോലെ തന്നെ വിഷ്ണുവിനോടാണ്, അതേപോലെ തന്നെ ഉള്ള ആളുകളോടാണ്, ശബരിമല ശാസ്താവിനോടാണ്, എല്ലാവരോടുമാണ്. ഇവിടെയുള്ളത് കഅബാലയത്തിനെ തവാഫ് ചെയ്യുന്ന സമയത്തോ അതേപോലെയുള്ള സമയങ്ങളിലോ കഅബാലയത്തിനോടോ മറ്റുള്ളതിനോടോ ആണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ വാദം ശരിയാണ്. എന്തിനു പിന്നെ കഅബാലയത്തെ തവാഫ് ചെയ്യണം? പടച്ചോൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്? പടച്ചോൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? പടച്ച തമ്പുരാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്.
നമ്മൾ എന്തുകൊണ്ടാണ് പ്രത്യേകമായ കണക്ക് വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നത്? പടച്ചോൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. ഇതേപോലെ തന്നെ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന പടച്ചോൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട്. തൗബാലയത്തെ തവാഫ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, സഫാ മർവക്കിടയിൽ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതെന്താ? അത് സഫയെയോ മർവയോ ആരാധിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് എന്താണ്? അത് നടത്താണ്. നടക്കുന്നത് അള്ളാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. ചില സ്ഥലങ്ങളിൽ കല്ലെറിയുന്നുണ്ട്, ആ കല്ലെറിയുന്ന ആ സ്ഥലത്ത് തന്നെ കല്ലെറിയുന്ന എന്തുകൊണ്ടാ? പടച്ചോൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടുള്ളതാണ്. ആ കൽപ്പനകൾ ശിരസാ വഹിക്കുന്നത് പടച്ച തമ്പുരാനിൽ ഉള്ള ആരാധനയാണ്, പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ടുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിനെ അല്ല നാം ആരാധിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇവയെ ഒന്നും തന്നെ നമ്മൾ ആരാധിക്കുന്നില്ല. ഈ കാര്യമാണ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിനെ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായി, ഖുർആനിൻ്റെ സന്ദേശം നാം ഉൾക്കൊണ്ടുകൊണ്ട് നാം മറ്റുള്ളവർക്ക് ഇത് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. ആദ്യമായി ഇവിടെ കൂടിയിട്ടുള്ള അമുസ്ലിം സഹോദരന്മാരോട് പറയുവാനുള്ളത്, സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് പടച്ച തമ്പുരാനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതും അന്തിമ പ്രവാചകനിലൂടെ പ്രത്യക്ഷീഭവിച്ചിട്ടുള്ള അമാനുഷിക ദൃഷ്ടാന്തവുമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഈ സമർപ്പണം സർവേശ്വരനായ തമ്പുരാനിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം എന്നുള്ള രീതിയിൽ ആണ് ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, പടച്ച തമ്പുരാന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ കോടതിയിൽ നാം ഹാജരാക്കപ്പെടും. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ. ഇത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്, പടച്ച തമ്പുരാന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥമാണ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എനിക്ക് പറയുവാനുള്ളത്, ഇനി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ സന്ദേശങ്ങൾ അമുസ്ലിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് നിച്ചോക്തി എന്ന സ്ഥാപനം. എറണാകുളത്താണ് അതിൻ്റെ കേന്ദ്രം. അരീക്കോട് അടക്കമുള്ള വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അതിൻ്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് ഈ കേന്ദ്രങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം പരിപാടികളുടെ സംഘാടകരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, ഈ പ്രഭാഷണം കേൾക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അതോടുകൂടി അവസാനിക്കുന്നതല്ല നമ്മുടെ ദൗത്യം. മറിച്ച് ഈ ഖുർആനിന്റെ സന്ദേശം ഇതെത്താത്ത മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുവാൻ നാം സന്നദ്ധമാകാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. ഖുർആൻ പഠിക്കുക, ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക എന്നാണ് ഈ രംഗത്ത് നിങ്ങളോടെല്ലാവരോടുമായി ആവശ്യപ്പെടുവാനുള്ളത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഈ പ്രബോധന ദൗത്യം കൂടി ഉൾപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുക. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തിൽ കൂടിയിരിക്കുവാൻ, സന്തോഷിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ ലോകമാന്യവും അഹങ്കാരവും കടന്നുകൂടി, ഞങ്ങളുടെ കർമ്മങ്ങളിൽ പാപങ്ങളും തെറ്റുകളും കടന്നുകൂടി അവസാനം കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ഹതഭാഗ്യന്മാരിൽ ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. നാഥ, സർവശക്തനായ തമ്പുരാനെ, ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുസാലിഹുകളുടെ മനഹജും അനുസരിച്ച് കൊണ്ടുക തന്നെ മുന്നോട്ട് പോകുവാൻ ഏതെങ്കിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെടുന്ന സമയത്ത് ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നൊരൽപ്പം പോലും വ്യതിചലിക്കാതെ
ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള കരളുറപ്പും കാലുറപ്പും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. നാഥ, ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകലവിധ ശത്രുതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്. നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ.